Assalamualaikum dear friends, welcome back to Shamys curryworld. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ആവിലും ഒരുപാട് പഴുത്തുപോയ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ ബ്രൗൺ ആവിലാണ് എടുത്തിട്ടുള്ളത്. ചെമ്പ കണ്ടല്ലോ, ഈ ആവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ആവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ആവിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും 2 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ വറുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തു. മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഇതിലോട്ട് അവിലിട്ട് കൊടുക്കാം. അപ്പോൾ അവിൽ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിൽ നമുക്ക് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് വറുക്കുമ്പോൾ തന്നെ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ അവിൽ പൊടിഞ്ഞ് വരും. ആ പരുവത്തിന് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ കണ്ടല്ലോ, അവിൽ ചുരുങ്ങി വരും. അപ്പോൾ തന്നെ റെഡിയായി വരാറായി. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം 1 മിനിറ്റ് തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അവിൽ ഓൾറെഡി നമ്മൾ ചൂടാണല്ലോ. അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. അവിലൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് ആവേ ഉള്ളൂ. മൊത്തത്തിൽ ഒരു 2-3 മിനിറ്റ് വറുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഡ്രൈ ആയി വരുന്നത്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന അവിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലോണം വറന്ന് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ റവയൊക്കെ പോലെ തരി കാണണം. ചെറിയ തരിയോട് കൂടി നമ്മൾ പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ല ഒരു പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. സാധാരണ നമ്മൾ ഇതുപോലുള്ള പഴങ്ങൾ കളയാറാണ് പതിവ്. അങ്ങനെ കളയാതെ ഇങ്ങനെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും നല്ലതാണ്. മാത്രവുമല്ല ഇതുപോലെയുള്ള കറുത്ത പഴത്തിലാണ് വൈറ്റമിൻസും പ്രതിരോധ ശേഷിയും കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പരമാവധി ഇങ്ങനെയുള്ള പഴങ്ങൾ കളയാതെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ പഴം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് കിസ്മിസ്, കുറച്ച് കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി എടുക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. മുഴുവനായിട്ട് ഇടാതിരിക്കണം നല്ലത്. ഇനി ഇതിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് നെയ്യിൽ കിടന്ന് നല്ലോണം വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ പഴമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മതിയാകും ഇതുപോലെ വാടി വരാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം അവിലും തേങ്ങയും വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത് പഴവും നെയ്യിലിട്ട് വാട്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പാനിലോട്ട് അതേ പാനിൽ തന്നെ ഞാൻ 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ഇത് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുത്തോളൂ. പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര മെൽറ്റായി കിട്ടും. അതിനാണ് ഞാൻ ഇവിടെ പൊടിച്ച് ചേർക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പൊടിക്കാതെ ചേർക്കുമ്പോൾ കുറച്ച് സമയം അധികം എടുക്കും. അപ്പോൾ എനിക്കിവിടെ പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അരിച്ച് ഈ സമയത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ശർക്കരയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനി നമുക്ക് അരിച്ച് മാറ്റാം. ഈ തിളയ്ക്കുന്ന അവസരത്തിൽ തന്നെ അരിച്ച് മാറ്റാം. അപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും എടുക്കരുത്, ഉരുകിപ്പോകും. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അരിപ്പ് വേണം ഇതുപോലെ അരിച്ചൊഴിക്കാൻ എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് ഈ ശർക്കര ഒന്ന് കുറുക്കിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വറ്റി വരണം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഏലക്കയുടെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മൾ അരിച്ചൊഴിച്ചല്ലോ. അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആവിൽ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഈ പാനിൽ നിന്നും ഈ ആവില് ഇങ്ങനെ വിട്ട് വരണം. ആ പരുവം ആവണം. അതായത് ശർക്കരയെല്ലാം നല്ല വറ്റി ഈ ആവിലുമായിട്ട് ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ ആ ശർക്കരയൊക്കെ വറ്റി വന്ന് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴവും കിസ്മിസും കപ്പലണ്ടിയിലെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരണം. ഇത് 1-2 മിനിറ്റും കൂടെ മതിയാകും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴം കറുത്ത പഴമാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പഴമെല്ലാം ഒന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ ആവിലും പഴവും ഇതുപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചായ തിളയ്ക്കുന്നതൊക്കെ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയായി കിട്ടും. അപ്പോൾ വളരെയധികം ഹെൽത്തിയാണ്. നിങ്ങൾ കുട്ടികൾക്കെല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടല്ലോ, അതെല്ലാം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അതെല്ലാം മിക്സായി കിട്ടി. അപ്പോൾ ശർക്കരയും ആവിലും പഴവും എല്ലാം വറ്റി വന്നിട്ടുണ്ട്. വറ്റി വരുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നുമല്ല, 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതായി കിട്ടും. ഇനി നമ്മൾ നെയ്യ് തടവിയ പാത്രത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് നെയ്യ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നിരത്തി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തണുത്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല തണുത്തിട്ടുണ്ട്, അത് സെറ്റായി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ ആ സൈഡെല്ലാം ഞാൻ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇടുമ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ മറിഞ്ഞ് ഇങ്ങനെ വീഴുന്നോളൂ. അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. അവില് ചെയ്തതാണെന്ന് ആരും പറയത്തില്ല, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അവില് കൊണ്ട് ചെയ്തതെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ മുറിച്ച് കട്ട് ചെയ്ത് അലുവ പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇത്ര നല്ല സോഫ്റ്റാണ്. കപ്പലണ്ടിയൊക്കെ അകത്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഈ കപ്പലണ്ടി കിടക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് curryworld സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്